കേൾക്കുന്നതിന് ലോകം കാതോർത്തിരുന്നു. അന്നത്തെ മൂന്നാം ലോക രാഷ്ട്രങ്ങൾ, സാമ്രാജ്യത്തിനെതിരെ പോരാടി സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങൾ, അത്തരം രാഷ്ട്രങ്ങളും സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനങ്ങളുമെല്ലാം ഇന്ത്യയെ വലിയ ആദരവോടെയാണ് നോക്കിക്കണ്ടത്. അതിന് നമ്മുടെ ആയുധബലമോ നമ്മുടെ സാമ്പത്തിക ശേഷിയോ ആയിരുന്നില്ല കാരണം. നമ്മുടെ നയമായിരുന്നു കാരണം, സാമ്രാജ്യത്വ വിരുദ്ധ നയം. അതിൽ പിന്നീട് വെള്ളം ചേർക്കപ്പെട്ടു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന നിലയിലേക്കെത്തി. അമേരിക്കൻ സാമ്രാജ്യത്വവുമായി കൂടുതൽ കൂടുതൽ പൊരുത്തപ്പെടുന്ന നിലയുണ്ടായി. അങ്ങനെ വന്നപ്പോഴാണ് ഈ പറയുന്ന മാറ്റം ഇസ്രയേലിൻ്റെ കാര്യത്തിലുണ്ടായത്. എന്നാൽ അന്നത് ഇസ്രയേലിനെ അതേവരെ സ്വീകരിച്ചതുപോലെ അകറ്റി നിർത്താത്ത സമീപനമാണ് എടുത്തത്. അത് പിന്നീട് വന്ന BJP ഗവൺമെൻറ്റിന് നല്ല അവസരമായി. കോൺഗ്രസ് സ്വീകരിച്ച വഴിയിൽ BJP കൂടുതൽ ശക്തമായി മുന്നോട്ട് പോയി. BJPയുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തുന്ന BJPക്ക് നേതൃത്വം കൊടുക്കുന്നത് RSS ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. RSSും ഇസ്രയേലിലെ സിയോണിസ്റ്റും രണ്ടും ഇരട്ടപെറ്റ സഹോദരങ്ങളാണ്. അത്ര കണ്ട് ബന്ധമാണ് അവർ തമ്മിൽ. അപ്പോൾ കോൺഗ്രസ് ഇസ്രയേലിനോടുള്ള സമീപനം മാറ്റിയപ്പോൾ അതിൻ്റെ തുടർച്ചയായി വന്ന ഇവിടുത്തെ BJP ഗവൺമെൻറ് ഇസ്രയേലിനെ പൂർണ്ണമായും അംഗീകരിക്കുന്ന നിലയിലേക്കും അതിൻ്റെ ഭാഗമായുള്ള മറ്റ് ഇടപാടുകളിലേക്ക് കടക്കുന്ന സ്ഥിതിയും വന്നു. വലിയ തോതിലുള്ള ആയുധ വ്യാപാരം ഇപ്പോൾ നടക്കുകയാണ്. ഇസ്രയേലിൽ നിന്ന് ആയുധം വാങ്ങുമ്പോൾ ആ വാങ്ങുന്ന ആയുധം, അതിന് കൊടുക്കുന്ന വില, അതിലൂടെ ഇസ്രയേലിൻ്റെ ആക്രമണോത്സുകതയാണ് ശക്തിപ്പെടുത്തി കൊടുക്കുന്നത്. ഇസ്രയേലിനെ ആക്രമണം നടത്താനുള്ള സാമ്പത്തിക ശേഷിയാണ് അത് പ്രദാനം ചെയ്യുന്നത്. മാത്രമല്ല ഇസ്രയേൽ പക്ഷപാതിത്വം നമ്മുടെ രാജ്യം നേരത്തെ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രിയുടെ തന്നെ പ്രഖ്യാപനങ്ങളുണ്ടായി. വല്ലാത്ത കൂറ് ഇസ്രയേലിനോട് പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായി. എന്നാൽ ഇസ്രയേൽ നടത്തുന്ന പലസ്തീന് നേരെയുള്ള ആക്രമണങ്ങൾ അതേ രീതിയിൽ അപലപിക്കുന്ന നില സ്വീകരിച്ചതുമില്ല. ഇസ്രയേലിനോട് പക്ഷപാതപരമായ സമീപനം അമേരിക്കൻ സാമ്രാജ്യത്വത്തെ കൂടുതൽ പ്രീണിപ്പിക്കുന്നതിന് വഴിവെക്കുമെന്ന് കണ്ടപ്പോൾ അത് കൂടുതലായി ശക്തിപ്പെടുന്ന നിലയാണ് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചത്. ഇപ്പോൾ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് ഇറാന് നേരെ ഏകപക്ഷീയമായ ആക്രമണം ഇസ്രയേൽ നടത്തിയപ്പോൾ അതിനെ ശക്തമായി അപലപിക്കുന്ന കൂട്ടത്തിൽ നാം ഇന്ത്യയെ കണ്ടില്ല. ഇസ്രയേലിനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ എല്ലാ രാഷ്ട്രങ്ങളും അനുകൂലിച്ചുകൊണ്ട് പ്രമേയങ്ങൾ വന്നു. ജനറൽ അസംബ്ലിയിൽ അത്തരം പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിന് ആ പ്രമേയത്തോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല. ബഹുഭൂരിഭാഗം ലോകരാഷ്ട്രങ്ങളും ഇസ്രയേൽ ആക്രമണത്തെ അപലപിക്കുമ്പോൾ ഇന്ത്യക്ക്
അതിൻ്റെ ഭാഗമായി നിൽക്കാനായില്ല. ഇന്ത്യ അതിൽ നിന്ന് മാറി നിന്നു. കാരണം അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ മുഖം മുഷിയാൻ പാടില്ല. അവരുടെ പ്രീണനം പ്രധാനമാണ് എന്ന നിലയാണ് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചത്. അതിൻ്റെ തുടർച്ചയായി തന്നെ ഇപ്പോൾ കടുത്തൊരു വാക്കുപോലും ഇസ്രയേലിനെതിരെ പറയാൻ തയ്യാറില്ല. ഇത് അപമാനകരമായൊരു ഭാഗമാണ്. നമ്മുടെ രാജ്യം ഇതല്ല ആഗ്രഹിക്കുന്നത്. ഇതല്ല നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യത്തിൻ്റെ തനിമ ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് തുറന്നു സ്വീകരിക്കാൻ കഴിയണം. അത് BJPക്ക് കഴിയുമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ BJPയുടെ നയം തിരുത്തിക്കുമാറുള്ള ശക്തമായ പൊതുജനാഭിപ്രായം രാജ്യത്താകെ ഉയർന്നു വരേണ്ട ഘട്ടമാണിത്. അല്ലെങ്കിൽ നമ്മളറിയാതെ തന്നെ നമ്മളും യുദ്ധത്തിൽ ചിലപ്പോൾ പങ്കാളികളായേക്കും. കാരണം അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയായി മാറിയൊരു രാജ്യമാണ് ഇന്ത്യ. അമേരിക്ക എന്താഗ്രഹിക്കുന്നതിനും അതിൻ്റെ കൂടെ നിൽക്കുകയാണ്. നമ്മുടെ ആകാശവും നമ്മുടെ മണ്ണും നമ്മുടെ കടൽ തീരവും എല്ലാം ഈ സൈന്യത്തിൻ്റെ വിശ്രമത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറിയേക്കുമോ എന്ന ആശങ്കയടക്കം ഉയർന്നു വരുന്ന ഒരു ഘട്ടമാണിത്. അപ്പോൾ നല്ല ജാഗ്രതയോടെ ഇത്തരം കാര്യങ്ങൾക്കെതിരെ പൊതുവായ നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. ഇടതുപക്ഷം എല്ലാ കാലത്തും ശക്തമായ നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അത് തുടരുക തന്നെ വേണ്ടതുണ്ട് എന്നതാണ് നാം കാണേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം. ഇതേ സമയം നമ്മുടെ രാജ്യത്തിനകത്ത് BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ജനവിരുദ്ധമായ കാര്യങ്ങളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയെയും പുറകോട്ടടിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒരു രാജ്യം അവിടുത്തെ ഗവൺമെൻറ് പ്രാഥമികമായി ചെയ്യേണ്ടത് രാജ്യത്തിലെ ജനങ്ങളുടെ പുരോഗതി ഉറപ്പുവരുത്തലാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് അതില്ല എന്നതാണ് വസ്തുത. ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്ത് സ്വീകരിക്കുന്ന സാമ്പത്തിക നയം അത് പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുന്നു. സമ്പന്നരെ അതിസമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുന്നു. ഈ ഒരു നയമാണ് ഇന്ത്യയിൽ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. ഇതിൻ്റെ ഫലമെന്താ? ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തമായ അവസ്ഥ നോക്കിയാൽ രാജ്യം ഏറ്റവും അധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു രാജ്യമാണ്. ദരിദ്രർ ഏറ്റവും കൂടുതലൊരു രാജ്യമാണ്. ലോകത്ത് രാഷ്ട്രങ്ങളുടെ ഒരു പട്ടിക ദാരിദ്ര്യവുമായി ബന്ധപ്പെടുത്തി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് ഔദ്യോഗിക കണക്കുകൾ ശേഖരിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ച കാര്യമാണ്. അതിൽ നമ്മുടെ രാഷ്ട്രം 105-ാം സ്ഥാനത്താണ്. ആ പട്ടികയിൽ പിന്നെ കുറച്ച് രാഷ്ട്രങ്ങളെ നമ്മുടെ പുറകിലുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ തൊട്ടുകിടക്കുന്ന അയൽ രാഷ്ട്രങ്ങളുണ്ടല്ലോ, ആ അയൽ രാഷ്ട്രങ്ങൾ ഒന്നും നമ്മുടെ പുറകിലില്ല. അവരെല്ലാം നമ്മുടെ മേലെയാണ്. എന്തുകൊണ്ടാണ് ഇത്ര ദരിദ്രാവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ കാരണം? നമ്മുടെ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത്
പാവപ്പെട്ടവരുടെ പാപ്പരീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ടവരുടെ ദരിദ്രരുടെ എണ്ണം വർദ്ധിക്കുന്നു. അതേസമയം തന്നെ ദാരിദ്ര്യത്തിൻ്റെ ആക്കം കൂടുന്നു. ഇത് രണ്ടും സംഭവിക്കുകയാണ് ഇന്ത്യയിൽ. ഒരു പുരോഗതിയും ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ പൊതുവെ ഉണ്ടാക്കാനാകുന്നില്ല. ഇതിൽ ഏതെങ്കിലും മാറ്റം വരുത്താൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാണോ? നവ ഉദാരവൽക്കരണ നയം അംഗീകരിക്കുന്ന കാലത്തോളം ഈ നിലപാടാണ് തുടരുക. നവ ഉദാരവൽക്കരണ നയവും ആഗോളവൽക്കരണ നയവും അംഗീകരിച്ചാണ് BJP മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം, ഈ നയം യഥാർത്ഥത്തിൽ BJPയുടെ നയമായിരുന്നില്ല. അതായത് നമ്മുടെ രാജ്യത്ത് BJP അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ രാജ്യം ഈ നയം അംഗീകരിച്ചു. അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് ആഗോളവൽക്കരണ നയവും ഉദാരവൽക്കരണ നയവും അംഗീകരിച്ചു. അന്ന് അതിനോടൊപ്പം BJP നിന്നു. ഇടതുപക്ഷം അന്നേ അതിൻ്റെ ആപത്ത് ചൂണ്ടിക്കാട്ടി. എന്താ ഇപ്പോൾ അനുഭവം? രാജ്യത്തിൻ്റെ നിലത്തെല്ലെങ്കിലും മെച്ചപ്പെട്ടോ? എല്ലാ അർത്ഥത്തിലും നമ്മൾ പുറകോട്ട് പോയില്ലേ? ജനങ്ങളുടെ ജീവിത നിലവാരം തകരുന്ന അവസ്ഥയുണ്ടായില്ലേ? ഒരു കൂട്ടം അതിസമ്പന്നരുണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം രാജ്യം മെച്ചപ്പെടുമോ? രാജ്യത്തിൻ്റെ പൊതുവായ ജീവിത നിലവാരം മെച്ചപ്പെടണ്ടേ? ഈ കാര്യത്തിൽ നമ്മൾ തീർത്തും ദയനീയ സ്ഥിതിയിലാണ്. ഇത്തരമൊരു അവസ്ഥ കോൺഗ്രസ്സിന് ബോധ്യപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്, രാജ്യത്ത് ഈ നയം പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുന്നു, അതിസമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുന്നു എന്നെല്ലാവരുടെയും കൺമുന്നിലുള്ള അനുഭവം അതേ രീതിയിൽ കോൺഗ്രസ്സിന് ബോധ്യമുണ്ടോ? കോൺഗ്രസ്സിന് ബോധ്യമുണ്ടെങ്കിൽ ഞങ്ങൾ പണ്ട് ഇങ്ങനൊരു നയം സ്വീകരിച്ചിരുന്നു, അത് പെശകായിപ്പോയി എന്നെങ്കിലും പറയണ്ടേ? എന്ന് പറയുന്നില്ല എന്ന് മാത്രമല്ല, ഈ നയത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം കാര്യങ്ങൾ BJP ഗവൺമെൻറ് കൊണ്ടുവരുന്നോ ഇത് തങ്ങളുടെയും കൂടി നയമാണല്ലോ എന്ന ധാരണയോടുകൂടി കോൺഗ്രസ് അതിനെ പിന്താങ്ങുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഇപ്പോൾ രാജ്യത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന BJP ആയാലും ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ആയാലും രണ്ടിനും ഒരേ സാമ്പത്തിക നയമാണ്. ഒരേ സാമ്പത്തിക നയത്തോടു കൂടിയാണ് രണ്ടും മുന്നോട്ട് പോകുന്നത്. അത് രാജ്യ താല്പര്യത്തിനെതിരായതാണ്. രാജ്യ താല്പര്യമെന്ന് പറയുന്നത് രാജ്യത്തെ ഏതാനും അതിസമ്പന്നരുടെ താല്പര്യമല്ല. രാജ്യ താല്പര്യം രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങളുടെ താല്പര്യമാണ്. ആ ജനങ്ങളെയാണ് പുറകോട്ടടിക്കുന്നത്. ഇതിൻ്റെതായ മറ്റൊട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ വളരെ കൂടുതലായിട്ട് പോകുന്നില്ല. അതിലൂടെ ഓരോ മേഖലയിലും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾ അങ്ങേയറ്റം പ്രതിലോമകരമായിട്ടുള്ളതാണ്. നമ്മുടെ സാധാരണ നിലക്കുള്ള തൊഴിൽ പോലും തടയുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര സർക്കാർ സർവീസുകൾ, ഇവിടങ്ങളിലെല്ലാമുള്ള നിയമനം തടയുന്നു. ലക്ഷക്കണക്കിൽ ഒഴിവുകൾ കിടക്കുകയാണ്. റെയിൽവേയിൽ മാത്രം എടുത്താൽ 3 ലക്ഷമാണ് ഒഴിവ്.
കേന്ദ്ര സർവീസിൽ 10 ലക്ഷത്തിൻ്റെ കണക്കാണ് വരുന്നത്. ഇതൊന്നും നിയമിക്കാൻ തയ്യാറല്ല. എല്ലാം വലിയ മുതലാളിത്ത താല്പര്യത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. തൊഴിലാളി നേടിയെടുത്തിയ അവകാശങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം മുതലാളിയോ അല്ലെങ്കിൽ ഭരണാധികാരികളോ ഒരു പ്രത്യേക ബോധോദയത്തിലൂടെ ഇരിക്കട്ടെ തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് നൽകിയ ആനുകൂല്യങ്ങളല്ല. ദീർഘകാലത്തെ ശക്തമായ പ്രക്ഷോഭങ്ങളിലൂടെയും സമരങ്ങളിലൂടെയും അത് വലിയ ത്യാഗനിർഭരമായ സമരപ്രക്ഷോഭങ്ങളിലൂടെ നേടിയെടുത്തിയ അവകാശങ്ങളാണിത്. ആ അവകാശങ്ങളാണ് ഇപ്പോൾ പൂർണ്ണമായി ഹനിക്കാൻ തയ്യാറാകുന്നത്. ആ അവകാശങ്ങൾ ഇല്ലാതാക്കി മുതലാളിത്തത്തിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. ഇതിലും രണ്ടു കൂട്ടരും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇതാണ് നാം കാണേണ്ട ഒരു പ്രശ്നം. ഈ കാര്യത്തിൽ ജനങ്ങളെ ആകെ അസംതൃപ്തിയിലാക്കിക്കൊണ്ടിരിക്കുന്നൊരു ഗവൺമെൻറ് ആ അസംതൃപ്തി ജനങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കാൻ, അതിനെക്കുറിച്ച് ജനങ്ങൾ ചിന്തിക്കാതിരിക്കാൻ ഉതകുന്ന നടപടികളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് രാജ്യത്തുയരുന്ന വിവിധ തരത്തിലുള്ള വർഗീയ പ്രശ്നങ്ങൾ. കടുത്ത വർഗീയത ഇളക്കി വിടുകയാണ്. അതിലൂടെ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിനെതിരാക്കി മാറ്റുകയാണ്. വലിയ ശത്രുതയിലേക്ക് ആളുകൾ ജനസഞ്ചയത്തെ മാറ്റാനാകുമോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ ദൈനംദിന ജീവിതത്തിൻ്റെ ദുരിതങ്ങളെപ്പറ്റി ചിന്തിക്കരുത്, മറ്റവരോടുള്ള വെറുപ്പിനെക്കുറിച്ച് ചിന്തിക്കുക. ആ വെറുപ്പും വിദ്വേഷവും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക. അതിനാണ് BJPയും BJP ഗവൺമെൻറ്റും രാജ്യത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്ന വർഗീയ സംഘർഷങ്ങൾ ഏതൊരു പരിഷ്കൃത സമൂഹത്തിലും ആ സമൂഹത്തിലെ ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. നമ്മുടെ രാജ്യം ആ നിലയാണ് നേരത്തെ മുതൽ സ്വീകരിക്കുന്നത്. പക്ഷെ ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രത്യേക കണ്ണിൽ കാണുക, ശത്രുപക്ഷത്തിട്ടുകൊണ്ട് കാര്യങ്ങൾ നീക്കുക, ആ നിലപാടാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഒട്ടേറെ അനിഷ്ട സംഭവങ്ങൾ ഇന്ത്യയിലെ പ്രബലമായ രണ്ട് ന്യൂനപക്ഷം, ഒന്ന് മുസ്ലിമും മറ്റൊന്ന് ക്രിസ്ത്യാനിയുമാണ്. മുസ്ലിം വിഭാഗത്തിന് നേരെ രാജ്യവ്യാപകമായി തന്നെ പലയിടങ്ങളിലായി അഴിച്ചുവിട്ടിയ ആക്രമണം, വർഗീയതയുടെ ഭാഗമായി ഉയർത്തിവിട്ട വിദ്വേഷം, അതിലൂടെ നടന്ന കലാപങ്ങൾ, ഓരോ ഘട്ടത്തിലും നമ്മുടെ രാജ്യത്തിലെ ഉത്തരവാദപ്പെട്ടവരാണെന്ന് മറ്റുള്ളവർ കാണുന്ന ചില ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള BJP വക്താക്കൾ അത്യന്തം ഹീനമായ നികൃഷ്ടമായ ഭാഷയിൽ സംസാരിക്കുന്നത് നാം കാണുകയാണ്. എന്തെല്ലാം അനുഭവം നമ്മുടെ മുന്നിൽ! ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത രീതിയിലല്ലേ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിരവധി കൊലപാതകങ്ങൾ പലയിടങ്ങളിലായിട്ടുണ്ടായിരിക്കുന്നു. ഇത് മുസ്ലിം വിഭാഗത്തിന് നേരെ മാത്രമല്ല, ക്രൈസ്തവ വിഭാഗത്തിന് നേരെ അതിശക്തമായ ആക്രമണങ്ങളാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടന്നത്. അത് ക്രൈസ്തവ സഭകളെല്ലാം കൂടി അപലപിക്കുന്ന സ്ഥിതിയുണ്ടായി. മണിപ്പൂരിൽ
പ്രശ്നം ഇപ്പോഴും തീർന്നിട്ടില്ല. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല സംഭവങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു. എന്നാൽ അതേസമയം കേരളത്തിൽ വന്ന് BJP ഒരു പുതിയ മുഖം അവതരിപ്പിക്കാൻ നോക്കുകയാണ്. കേരളത്തിന് പുറത്ത് ന്യൂനപക്ഷ വിരുദ്ധ മനോഭാവം പ്രകടിപ്പിക്കുന്നവർക്ക് കേരളത്തിൽ ആ സ്വഭാവം ഇല്ലാത്തതല്ലോ. നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ആപത്തുകൾ ആ രീതിയിൽ നിലനിൽക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഇവിടെ വർഗീയത ഇല്ലാത്തതുകൊണ്ടാണോ? വർഗീയ ശക്തികളില്ലാത്തതുകൊണ്ടാണോ? നമ്മുടെ ചില വർഗീയ ശക്തികൾ അവരുടെ ഏറ്റവും നല്ല രീതിയിലുള്ള സംഘടനാ ബലം കേരളത്തിലാണ് എന്ന് അവകാശപ്പെടാറുണ്ടല്ലോ. പക്ഷേ അവർക്കിവിടെ തലപൊക്കാനാവില്ല. തലപൊക്കിയാൽ ഇടപെടാൻ സംവിധാനമുണ്ട്. ഗവൺമെൻറ് ഇടപെടും. അതിൻ്റെ ഭാഗമായി വർഗീയ കലാപങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വർഗീയ ശക്തികൾ കഴിഞ്ഞാടാൻ കഴിയുന്നില്ല. അതിലൂടെയാണ് നാം നാട്ടിൽ കാണുന്ന ശാന്തിയും സമാധാനപരമായ ജീവിതവും ഉറപ്പുവരുത്താനായിട്ടുള്ളത്. അത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ആ പ്രത്യേകതയിൽ നിന്നുകൊണ്ട് പുതിയ മുഖം ഇവിടെ അവതരിപ്പിച്ച് കുറച്ചെങ്കിലും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമോ എന്നാണ് BJP നോക്കുന്നത്. എന്നാൽ കേരളത്തിലുള്ള ക്രൈസ്തവ വിഭാഗം എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള ആരും കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരല്ലോ. അവർ ഈ രാജ്യത്തെല്ലായിടവുമുണ്ട്, ലോകത്തെല്ലായിടവുമുണ്ട്. രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവർ മനസ്സിലാക്കുന്നുണ്ടല്ലോ. തൊട്ടപ്പുറം കർണാടകയിൽ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് എന്ത് സംഭവിച്ചു? മധ്യപ്രദേശിൽ തുടർച്ചയായി എന്ത് സംഭവിക്കുന്നു? ഛത്തീസ്ഗഡിൽ എന്ത് സംഭവിച്ചു? നമ്മുടെ ഇവിടുന്ന് പോയി സാധാരണഗതിയിൽ വിശുദ്ധമായ രീതിയിൽ സഭാപ്രവർത്തനം നടത്തുന്ന ചില വ്യക്തികൾക്ക്, ചില സഭയിലെ പിതാക്കന്മാർക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനം, അവിടുത്തെ ഫാദർമാർക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനം, ഇതെല്ലാം മനസ്സിലാക്കുന്നില്ലേ കേരളത്തിലുള്ള ക്രൈസ്തവരും? അപ്പോൾ പഴയ ആട്ടിൻതോല് എടുത്തണിഞ്ഞ ചെന്നായിയുടെ കഥയില്ലേ? അങ്ങനെ പറ്റിക്കാനാവില്ലല്ലോ. ഇവിടെ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കുകയാണല്ലോ. അപ്പം നമ്മുടെ ശ്രദ്ധയുണ്ടാവേണ്ടത് ഈ ശക്തികൾ രാജ്യത്തിൻ്റെ പൊതുവായ ശ്രദ്ധ തിരിച്ചുവിടാനാണ് ബോധപൂർവം വർഗീയ സംഘർഷം വളർത്തിക്കൊണ്ടുവരുന്നത്. തികഞ്ഞ ജാഗ്രത മതനിരപേക്ഷത സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമുക്കുണ്ടാകേണ്ടതാണ്. മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിലൂടെ മാത്രമേ വർഗീയതയെ നേരിടാനാവൂ. ഇപ്പോൾ വർഗീയതയുടെ കാര്യത്തിൽ നാം കാണേണ്ടത് കേരളത്തിലെ വർഗീയ ശക്തികൾ അഴിഞ്ഞാടുന്ന അവസ്ഥയില്ലാതിരിക്കുന്നത് അവരൊരു ദയ കാണിക്കുന്നതുകൊണ്ടല്ല, അവർക്കെതിരെയുള്ള വികാരം വളരെ ശക്തമാണ്. അപ്പോൾ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാനാവണം. മതനിരപേക്ഷമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് പോരാ. ഇപ്പം മതനിരപേക്ഷമാണ് എന്ന് അവകാശപ്പെടുക, അതേസമയം വർഗീയതയുമായി ബന്ധം സ്ഥാപിക്കുക,
എന്താ അതിൻ്റെ അർത്ഥം? അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഫലം? നിങ്ങൾ ബന്ധം സ്ഥാപിക്കുന്ന വർഗീയ ശക്തി ഏതാണോ അവർക്ക് അതിലൂടെ നല്ല അവസരം ലഭിക്കുകയാണ്. കൂടുതൽ ആളുകളുമായി ബന്ധപ്പെടാനുള്ള അവസരം ലഭിക്കുകയാണ്. അതവർ മുതലാക്കുകയാണ്. അവരുടെ വളർച്ചയ്ക്കാണ് സഹായം ചെയ്തു കൊടുക്കുന്നത്. വർഗീയതയുടെ വളർച്ചയ്ക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന രീതി അങ്ങനെ സ്വീകരിക്കാൻ പാടുണ്ടോ? ഇപ്പോൾ കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പാണല്ലോ നിലമ്പൂരിൽ നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ എന്താണ് കോൺഗ്രസും ലീഗും UDF ചെയ്യുന്നത്? അവർ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. പരസ്യമായ കൂട്ട് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട്, രഹസ്യമായി മറ്റു നീക്കങ്ങൾ. ഇത് 4 വോട്ടിന് വേണ്ടി എന്തും ചെയ്യാമെന്ന നില സ്വീകരിക്കാമോ? അത് ഗുണകരമായ കാര്യമല്ലല്ലോ. നാടിന് ഗുണകരമല്ലല്ലോ. നിങ്ങൾക്ക് ഗുണകരമല്ലല്ലോ. കോൺഗ്രസ് അനുഭവത്തിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോ? ഇപ്പോൾ കോൺഗ്രസ് ആയിരുന്നില്ലേ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തി? എങ്ങനെയാണ് BJPക്ക് കോൺഗ്രസിൻ്റെ കേന്ദ്രങ്ങളിൽ വലിയ തോതിൽ കടന്നു കയറാൻ കഴിഞ്ഞത്? എന്താണ് തങ്ങളുടെ ഭാഗത്ത് സംഭവിച്ചത് എന്നത് എപ്പോഴെങ്കിലും കോൺഗ്രസ് പരിശോധിക്കുന്നുണ്ടോ? കോൺഗ്രസ് മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ ആ മതനിരപേക്ഷതയ്ക്കിടെ നിലപാടുകളിലെ എല്ലാ കാര്യത്തിലും സ്വീകരിക്കേണ്ടത്. മതനിരപേക്ഷതയുടെ സംരക്ഷണം എന്നത് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തുകൊണ്ട് മാത്രമേ കഴിയൂ. എന്നാൽ കോൺഗ്രസ് ചെയ്തത് എന്താ? വർഗീയതയുമായി സമരസപ്പെട്ടു. വിവിധ ഘട്ടങ്ങളിൽ സമരസപ്പെട്ടു. കോൺഗ്രസിനകത്ത് തന്നെ ചിലർ വർഗീയതയുടെ ഭാഗമായി നമ്മുടെ ഭൂരിപക്ഷ വർഗീയതയുടെ വക്താക്കൾ സ്വീകരിക്കുന്ന നിലപാട് അതിനേക്കാളും കടുപ്പിച്ച് സ്വീകരിക്കാൻ തയ്യാറുള്ളവർ കോൺഗ്രസ് നേതൃത്വത്തിലാകാം എന്ന് നില വന്നില്ലേ? അങ്ങനെയെല്ലാം താതാത്മ്യം പ്രാപിക്കുകയായിരുന്നില്ലേ? എന്താണ് അതുകൊണ്ട് സംഭവിച്ചത്? വർഗീയതയുടെ ശരിയായ വക്താക്കളായി, ഭൂരിപക്ഷ വർഗീയതയുടെ വക്താക്കളായ RSSും BJPയും നിലകൊള്ളുന്നു. അവരേ പാർട്ടി വർഗീയതയുമായി സമരസപ്പെട്ടുകൊണ്ട് കോൺഗ്രസിലൊരു ഭാഗം B പാർട്ടി. പിന്നെ എന്തിനാ നിങ്ങൾ B പാർട്ടിയായി നിൽക്കുന്നത്? നേരെ A പാർട്ടി പോയാൽ പോരെ? ഇതല്ലേ കോൺഗ്രസ്സുകാർ തന്നെ ചിന്തിച്ചത്? നിങ്ങൾ ആശയപരമായി കോൺഗ്രസിനെ ബലപ്പെടുത്തിയില്ലാലോ, വർഗീയതയ്ക്കെതിരെ ചിന്തിപ്പിച്ചില്ലാലോ, വർഗീയതയ്ക്കെതിരെ നിലപാടെടുപ്പിച്ചില്ലാലോ. മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിന് വർഗീയതയെ ദുർബലപ്പെടുത്തണം, വർഗീയതയ്ക്കെതിരായി ഉറച്ച നിലപാട് വേണം എന്ന് നിങ്ങൾ പഠിപ്പിച്ചില്ലാലോ. ഫലമെന്തായി? നിങ്ങളെ കാലിനടിയിലെ മണ്ണ് ചോർന്നു. നിങ്ങളെ കൂടെയുള്ള ആളുകൾ അപ്പുറത്ത് പോയി. കൂടെയുള്ളവർ മാത്രമാണോ? നിങ്ങളുടെ നേതൃനിരയിലുള്ള കേന്ദ്രമന്ത്രിമാർ, AICCയുടെ നേതാക്കൾ, സംസ്ഥാന പ്രസിഡന്റുമാർ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, ഒരു വലിയ നിര കോൺഗ്രസിൻ്റെ പഴയ നേതാക്കൾ, പുതിയ നേതാക്കളും BJPയുടെ നേതൃനിരയായി മാറിയിരിക്കുന്നു. ഈ കാര്യം അതിൻ്റേതായ ഗൗരവത്തിൽ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് എപ്പോഴെങ്കിലും തയ്യാറായിട്ടുണ്ടോ? അങ്ങനെ തയ്യാറായിരുന്നുവെങ്കിൽ വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുക്കുമല്ലോ. വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് ഇപ്പോഴും എടുക്കുന്നില്ലല്ലോ. ഇപ്പം നിങ്ങൾ കേരളത്തിലെ അനുഭവം നോക്കിക്കോ. കേരളത്തിലെ അവർക്ക് ആരാണ് ഏറ്റവും പ്രധാന ശത്രു?
വർഗീയതയടക്കം കൂട്ടുപിടിച്ച് CPIM-നെയും LDF-നെയും നേരിടണമെന്നല്ലേ കാണുന്നത്? അതല്ലേ കേരളത്തിൽ ഇപ്പോൾ കാണുന്ന യാഥാർത്ഥ്യം. അപ്പോൾ എവിടത്തേക്കാണ് അവർ പോകുന്നത്? കൂടുതൽ കൂടുതൽ നാശത്തിലേക്ക്. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട് എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തമായ നിലയാണ് സ്വീകരിച്ചു പോകുന്നത്. ഇപ്പോൾ നേരത്തെ ദാരിദ്ര്യത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ദാരിദ്ര്യം രാജ്യത്ത് വലിയ തോതിൽ പെരുകിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ നേരത്തെ നീതി ആയോഗ് പറഞ്ഞത് കേരളമാണ് ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു നിലയുണ്ടായത്? നാം ഇവിടെ സ്വീകരിക്കുന്നത് ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയമല്ല. ഇപ്പോൾ 2011 മുതൽ 2016 വരെയുള്ള കാലം കേരളത്തിൽ UDF ഗവൺമെൻറ് അധികാരത്തിൽ. ആ ഘട്ടത്തിൽ 2 ഗവൺമെൻറ്റുകൾ കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടായി. ഒന്ന് കോൺഗ്രസ് ഗവൺമെൻറ് മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ, രണ്ടാമത്തത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ്. ഈ 2 ഗവൺമെൻറ്റും തുറന്നു വന്ന നയം ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയമായിരുന്നു. ഇവിടെ UDF ഗവൺമെൻറ് ആ 5 വർഷക്കാലവും ഇവിടെ തുറന്നത് അതേ നയമായിരുന്നു, ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയം. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളം തകർന്ന് എത്രത്തോളമായിരുന്നു എന്ന് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. എങ്ങനെയാണ് 2016 ശേഷം കേരളത്തിന് മാറ്റങ്ങൾ സൃഷ്ടിക്കാനായത്? LDF പറഞ്ഞു ഞങ്ങളൊരു ബദൽ നയമാണ് നടപ്പാക്കുക, ഇതിൽ നിന്ന് വ്യത്യസ്തമായ നയം. അത് ആഗോളവൽക്കരണ നയമല്ല, ഉദാരവൽക്കരണ നയമല്ല, വ്യത്യസ്തമായ നയം. ആ ബദൽ നയം ജനാഭിമുഖ്യമുള്ളതാണ്, ജനങ്ങളെ കണ്ടുകൊണ്ടുള്ളതാണ്. അതിനുതകുന്ന നടപടികൾ ഇവിടെ സ്വീകരിക്കപ്പെട്ടു. അതിലൂടെ മാറ്റമുണ്ടായില്ലേ? ഇപ്പോൾ കേരളത്തിൽ പൊതുവിതരണ രംഗം ഏറ്റവും ഭദ്രമായി ശക്തമായി നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. അത് മാർക്കറ്റിലുള്ള ഇടപെടലാണ്. വിലക്കയറ്റം തടുത്തു നിർത്താൻ വളരെ സഹായകരമാണ്. രാജ്യത്ത് വിലക്കയറ്റം ഏറ്റവും കുറവുള്ള സംസ്ഥാനം എന്നാണ് ഒരു ഘട്ടത്തിൽ നീതി ആയോഗ് കണക്കാക്കിയത്. ഇതിൻ്റെ ഭാഗമാണ്, ജനങ്ങളെ കണ്ടുകൊണ്ട് ഇടപെടലിൻ്റെ ഭാഗമാണത്. ഇവിടെ വ്യത്യാസം നോക്കണം. രാജ്യത്ത് എല്ലായിടവും ദരിദ്രരുണ്ട്, കേരളത്തിലുമുണ്ട്. പരമദരിദ്രർ എല്ലായിടവുമുണ്ട്. നമ്മുടെ കേരളത്തിൽ 0.7%, നേരത്തെയുള്ള കണക്കാണ്, ഇപ്പോൾ ഉള്ളതല്ല. എന്നുവെച്ചാൽ 64,006 കുടുംബങ്ങൾ അവരെ കണക്കെടുത്തപ്പോൾ. 0.7 എന്നൊക്കെ പറഞ്ഞാൽ ഏത് ഭരണ സംവിധാനത്തിനും അതങ്ങ് അവഗണിക്കാം, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ അതല്ല LDF ചെയ്തത്. LDF അത് ഗൗരവമായി കണ്ടു. എത്ര എന്നുള്ളതല്ല, ദരിദ്രാവസ്ഥയുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ആ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് അവരെ ഒഴിവാക്കണം, അതിനാവശ്യമായ പിന്തുണ നൽകണം. ഇതാണ് LDFൻ്റെ നയം. സർക്കാർ നടപ്പാക്കൽ ആരംഭിച്ചു. ഇപ്പോൾ ഞങ്ങൾ 3 വർഷം മുൻപ് ലക്ഷ്യമിട്ടു
ഈ വരുന്ന നവംബർ 1 കേരളം രാജ്യത്തിന് മുന്നിൽ അഭിമാനകരമായി പറയാൻ കഴിയണം, കേരളത്തിൽ ഒരു കുടുംബവും അതിദരിദ്ര കുടുംബമില്ല എന്നുള്ളത്. ആ തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംശയമില്ല, നവംബർ 1 ആ പ്രഖ്യാപനം നടത്താൻ നമുക്ക് കഴിയും. നമ്മുടെ രാജ്യത്ത് കുറേ സംസ്ഥാനങ്ങളില്ലേ, അവിടെയെല്ലാമുള്ള പരമദരിദ്രരുടെ എണ്ണം വളരെ കൂടുതലല്ലേ, ഇത്ര ചെറുതല്ല. വല്ലവരും വല്ല ആലോചനയും അവരെക്കുറിച്ച് നടത്തിയോ? എന്താണ് നടത്താത്തത്? അവിടെയാണ് നയത്തിൻ്റെ പ്രശ്നം, ഭരിക്കുന്നവരുടെ നയത്തിൻ്റെ പ്രശ്നം. ഇവിടെ LDF-ന് നയമുണ്ട്, അത് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളതാണ്, പാവപ്പെട്ടവരോട് പ്രതിബദ്ധതയുള്ളതാണ്. അതിൻ്റെ ഭാഗമായുള്ള നയമാണ് ഇവിടെ നടപ്പാക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള മാറ്റം കാണാൻ കഴിയും. എന്നാൽ രാജ്യത്ത് അങ്ങനെയല്ല. ഇതൊഴികെ മറ്റ് സംസ്ഥാനങ്ങൾ എടുത്തു നോക്കൂ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളായാലും രാജ്യമാകെ BJP, സംസ്ഥാനങ്ങൾ കുറേ BJPയുടെ കൂടെയുള്ളവർ, കോൺഗ്രസ് അടക്കം മറ്റുള്ളവർ. ഈ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയം അംഗീകരിക്കാത്ത ഏതെങ്കിലും സംസ്ഥാനമുണ്ടോ? അവിടെയാണ് നാം വേറിട്ട് നിൽക്കുന്നത്. ആ വേറിട്ട് നിൽക്കലിലൂടെയാണ് നമുക്ക് മെച്ചപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ പുറകോട്ട് പോകുകയല്ല ചെയ്തത്. നമ്മുടെ ഒരുപാട് എതിർപ്പുകൾ, നമ്മളെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ, പ്രതിസന്ധിയിലാക്കാനുള്ള നീക്കങ്ങളെല്ലാം നമുക്ക് നേരിടേണ്ടി വന്നല്ലോ. ഓരോ നാടിനും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ലാത്ത ദുരന്തം പല ഘട്ടങ്ങളിലായി നമുക്ക് അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ അനുഭവിച്ച ദുരന്തത്തെക്കാളും വലിയ ദുരന്തം എന്താ? നമ്മളെ സഹായിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഏതൊരു നാടും ഏതൊരു സംസ്ഥാനവും ദുരന്തത്തിൽപ്പെട്ട് പ്രതിസന്ധിയിലായാൽ ആ സംസ്ഥാനത്തെ കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കണമെന്ന് നമ്മുടെ ഭരണഘടനയിലുള്ള വ്യവസ്ഥയാണ്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ആ സഹായം ലഭിച്ചിട്ടുണ്ട്, നമുക്ക് മാത്രമില്ല, കേരളത്തിന് മാത്രമില്ല. ഇതാണ് അവസ്ഥ. ഞാനതിൻ്റെ പട്ടികയൊന്നും ഇപ്പോൾ എടുത്ത് നിരത്തുന്നില്ല. മഹാപ്രളയം, നൂറ്റാണ്ടിലെ മഹാപ്രളയം, നാടാകെ തകർന്നു പോകുന്നു. സഹായിക്കാൻ ചില നല്ല മനസ്സുള്ള രാഷ്ട്രങ്ങൾ തയ്യാറായി. കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചപ്പോൾ ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന് മറുപടി. ഇതേ പ്രധാനമന്ത്രി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ദുരന്തം നേരിടുന്നതിന് രാജ്യത്തിൻ്റെ സഹായവും രാജ്യത്തിന് പുറത്തുനിന്നുള്ള സഹായവും സ്വീകരിച്ചിട്ടുണ്ട്. അവിടെയാകാം, കേരളത്തിൽ പറ്റില്ല. ഇപ്പോൾ കേരളത്തിന് പറ്റില്ല എന്ന് പറഞ്ഞ പഴയ ഗുജറാത്ത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് തുറന്നുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ വിദേശ സഹായം സ്വീകരിക്കാമെന്ന് പറയുന്നു. മഹാരാഷ്ട്രക്കാകാം, കേരളത്തിന് പറ്റില്ല. ഇതല്ലേ നില? ഏതെല്ലാം തരത്തിൽ നമ്മെ സാമ്പത്തികമായി ഞെരുക്കാൻ നോക്കി. അർഹതപ്പെട്ട സഹായം നിഷേധിച്ചു എന്നുള്ളത് മാത്രമല്ല, ഓരോ സംസ്ഥാനത്തിനും നൽകേണ്ട വിഹിതമുണ്ട്, അതിൽ കുറവ് വരുത്തി. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനവും കേന്ദ്രവും കൂടി ചെലവിടുന്ന പണമുണ്ട്. ആ പണം, കേന്ദ്രത്തിൻ്റെ പണം നൽകാൻ വല്ലാത്ത കാലതാമസം ഉണ്ടാക്കി. നമുക്ക് വായ്പയെടുക്കാം, വായ്പക്ക് അനാവശ്യമായി ഇടപെട്ട് പരിധി വെട്ടിക്കുറച്ചു.
നമ്മളെ ശ്വാസം മുട്ടിക്കലാണ് ഉദ്ദേശിച്ചത്. അത്തരമൊരു ഘട്ടത്തിലാണ് നാം സുപ്രീം കോടതിയെ അഭയം പ്രാപിച്ചത്. സുപ്രീം കോടതി അത് ഗൗരവമായി കണ്ടു. കേരളം ഉന്നയിക്കുന്നതിൽ ന്യായമായ വിഷയങ്ങളുണ്ട്, ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടു പരിശോധിക്കുന്നതിനായി. ഇതല്ലേ അവസ്ഥ? ഇതെല്ലാമായിട്ടും നമ്മൾ തകരണമെന്ന് ഇവരാഗ്രഹിച്ചു. ഇവിടെ നോക്കണം, BJPക്ക് കേരളത്തോട് പ്രത്യേകമായ ഒരു വിരോധപരമായ സമീപനം. കാരണം അവരാഗ്രഹിക്കുന്ന രീതിയിൽ കേരളം അവരെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് നാടിനോടും നാട്ടുകാരോടും വിരോധം. എന്താണ് കോൺഗ്രസിനും ലീഗിനും UDFനും പറ്റിയത്? ഈ ഘട്ടത്തിലെല്ലാം അവർ BJP ഗവൺമെൻറ്റിനോടൊപ്പമല്ലേ നിന്നത്? കേരളത്തിന് ന്യായമായ അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാൻ ഇവരാരെങ്കിലും തയ്യാറായോ? പാർലമെൻറ്റിൽ ആ ഘട്ടത്തിൽ നിരനിരയായി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള UDF MPമാർ ഇരിക്കുകയല്ലേ. ഒരാൾ അതിനെതിരെ ശബ്ദിച്ചോ? BJPക്ക് കേരള വിരോധം. നിങ്ങൾക്കെങ്ങനെ കേരള വിരോധം വന്നു? നിങ്ങൾക്കപ്പോൾ ഇവിടെ ഒന്നും നടക്കരുത് എന്നാണ് ചിന്ത. LDF അധികാരത്തിൽ നാട് പുറകോട്ട് പോകണമെന്ന്. ആരധികാരത്തിലുണ്ട് എന്നുള്ളതാണോ പ്രശ്നം? നാട് മുന്നോട്ട് പോകണ്ടേ? കാലാനുസൃതമായി മുന്നോട്ട് പോകണ്ടേ? ആ മുന്നോട്ട് പോക്കിലൂടെയല്ലേ നാടിന് കൂടുതൽ കൂടുതൽ പുരോഗതി പ്രാപിക്കാൻ കഴിയുക. നമ്മുടെ വരും തലമുറ ആഗ്രഹിക്കുന്നതല്ലേ. അവർ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നാടിനെ തള്ളിവിടാൻ പാടുണ്ടോ? ഏതായാലും ആ കാര്യത്തിൽ ചാരിതാർത്ഥ്യജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മേഖലയിലും നാട് നല്ലതുപോലെ അഭിവൃദ്ധിപ്പെട്ടിരിക്കുകയാണ്. ചിലത് അസാധ്യമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒന്നും അസാധ്യമാണ് എന്ന് നമ്മുടെ നാട്ടിൽ ആരും കരുതുന്നില്ല. എല്ലാം സാധ്യമാകുന്നതേ ഉള്ളൂ എന്ന ചിന്തയിലാണ് നാട്ടുകാർ. അത് 9 വർഷത്തെ LDF ഭരണത്തിലൂടെ ഉണ്ടായ ഒരു പ്രതീതിയാണ്. ഇവിടെ പല രീതിയിലുള്ള തകർക്കാൻ ശ്രമങ്ങളുണ്ടായിട്ടും ഓരോ രംഗവും കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടു വന്നു. ക്ഷേമപ്രവർത്തനങ്ങൾ നേരത്തെ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ കൊടുത്തിരുന്ന പെൻഷൻ, കൊടുത്തിരുന്നതല്ല, കടലാസിലുണ്ടായിരുന്ന പെൻഷൻ 600 രൂപയായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗം ഞങ്ങൾ 2016 ചേരുകയാണ്. അപ്പോൾ എന്താണ് ക്ഷേമ പെൻഷൻ്റെ കാര്യമെന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ 18 മാസത്തെ കുടിശ്ശിക, അത് മുഴുവൻ കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചു. തീർന്നതിന് ശേഷം വർധനവ് തുടങ്ങി. 1600 എത്തി. എത്ര പേർക്ക്? 60 ലക്ഷം പേർക്ക്. ഇതാണ് നാം കാണേണ്ട കാര്യം. ഇത് കൈക്കൂലിയാണെന്ന് പറയുന്നവരുണ്ട്. കോൺഗ്രസിൻ്റെ പ്രാമാണികനായ ഒരു നേതാവ് അതിനെ കൈക്കൂലി എന്നാണ് വിശേഷിപ്പിച്ച്. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവനെതിരായിട്ടുള്ള മനോഭാവം എത്ര കടുത്തതാണ് എന്നാണിത് കാണിക്കുന്നത്. ഞങ്ങളതുകൊണ്ടൊന്നും ഇതിൽ നിന്ന് പുറകോട്ട് പോകാനും പോകുന്നില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉചിതമായ സമയത്ത് വർധനവും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നും നാട്ടുകാർക്ക് യാതൊരു സംശയവുമില്ല. കാരണം LDF പറഞ്ഞ കാര്യം അതേപോലെ നടപ്പിലാക്കുന്ന ഒരു മുന്നണിയാണ് എന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിലെ നമ്മുടെ കൂടെ കഴിയുന്ന സഹോദരങ്ങൾ ഒരു വീട് സ്വപ്നം കണ്ട് ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോയവർ ധാരാളമാണ്. അതാണ് ലൈഫ് മിഷനിലൂടെ പരിഹരിക്കാൻ നാം നോക്കിയത്. 5 ലക്ഷം വീടായിരുന്നു അന്ന് കണക്കാക്കിയത്. ഇപ്പോൾ എത്രയായി?
4.5 ലക്ഷത്തിലധികം വീടുകൾ പണി പൂർത്തിയായി അവിടെ ആളുകൾ താമസിക്കുകയാണ്. ബാക്കിയുള്ളവ അടുത്ത മാസങ്ങൾ കൊണ്ട് പൂർത്തിയാകും. നമ്മുടെ കേരളത്തിലെ കർഷകരും മറ്റുള്ളവരും ഭൂമിയുടെ അവകാശം കയ്യിൽ കിട്ടാൻ വേണ്ടി ആയിരങ്ങൾ പതിനായിരങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. LDF അത് ഗൗരവമായിട്ടാണ് കണ്ടത്. ഈ 9 വർഷം കൊണ്ട് 4 ലക്ഷത്തിലധികം പട്ടയങ്ങളാണ് കർഷകർക്ക് നൽകിയത്. അവിടെ നിർത്തുന്നില്ല. അടുത്തൊരു വർഷം കൊണ്ട് 1 ലക്ഷം പട്ടയം കൂടി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് കേരളം നിൽക്കുന്നത്. നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറുകയാണ് പല പദ്ധതികൾ വരുമ്പോൾ. അതോടൊപ്പം ഇവിടെ വ്യവസായത്തിന് പറ്റിയ നാടല്ല എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. അത് വസ്തുതയായിരുന്നു. നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളെ കണക്കെടുത്താൽ വ്യവസായ സൗഹൃദ കാര്യത്തിൽ നമ്മൾ വളരെ പിറകിലായിരുന്നു. എല്ലാ കാലത്തും അതവസ്ഥ അതായിരുന്നു. 2016 LDF ആലോചിച്ചു, അങ്ങനെ നാട് പിറകിൽ നിൽക്കാൻ പാടില്ലല്ലോ, നല്ല രീതിയിൽ മുന്നോട്ട് വരണമല്ലോ, എങ്ങനെ ഇത് മാറ്റിയെടുക്കാം? ആ ശ്രമത്തിലേക്ക് ഞങ്ങൾ കടന്നു. ആ ശ്രമം നടന്നപ്പോൾ ആദ്യം ഞങ്ങൾ ചെയ്തത് അതുമായി ബന്ധപ്പെട്ടവരെയെല്ലാം വിളിച്ചുകൂട്ടി. വ്യവസായികൾ, ഉദ്യോഗസ്ഥർ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ളവർ, ചില ടെക്നോക്രാറ്റ്സ്, എന്തിനധികം പറയുന്നു, ഓഡിറ്റ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാർ വരെ വിവിധ തലങ്ങളിലുള്ളവരെ വിളിച്ചു ചേർത്തു, ചർച്ച ചെയ്തു. അവർക്കെല്ലാം ഉള്ള അഭിപ്രായങ്ങൾ അവർ പറഞ്ഞു. ഗവൺമെൻറ് സ്വീകരിക്കേണ്ട നടപടിയുണ്ടായിരുന്നു. ചില നിയമങ്ങൾ പരിഷ്കരിക്കണം, അതേപോലെ തന്നെ ചട്ടങ്ങൾ മാറ്റണം. അത് ഗവൺമെൻറ് ചെയ്തു. മറ്റൊരു കാര്യം, പൊതുവെയുള്ള കേരളത്തിനൊരു മാനസിക ഘടനയായിരുന്നു. ആ മാനസിക ഘടനയിൽ മാറ്റം വരണമായിരുന്നു. ആ മാനസിക ഘടനയിൽ മാറ്റം വരാനുള്ള ഫലപ്രദമായ ഇടപെടലുകൾ നടന്നു. ഇങ്ങനെ വന്നപ്പോൾ LDFൻ്റെ ആദ്യത്തെ ആ 2016 ഗവൺമെൻറ്റിൻ്റെ കാലാവധി 2021 അവസാനിക്കുകയാണ്. 2021 തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ LDFന് കേരളത്തിൻ്റെ ചരിത്രം തിരുത്തിക്കൊണ്ട് 2ാം ഊഴം സമ്മാനിച്ചു. അപ്പോൾ എവിടെയാണോ നിർത്തിയത് അവിടുന്ന് തുടരാൻ കഴിഞ്ഞു. ആ തുടർച്ചയുടെ ഭാഗമായി നമ്മുടെ കേരളം രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷ കാര്യത്തിൽ 1ാം സ്ഥാനം കേരളത്തിന് എന്ന നില നേടാൻ കഴിഞ്ഞു. എന്താ താല്പര്യം ആളുകളുടെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിനും വ്യവസായങ്ങൾ നടത്തുന്നതിനും? നിക്ഷേപ സംഗമം നമ്മൾ നടത്തിയപ്പോൾ കൊച്ചിയിൽ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ പത്രങ്ങളാണ് വലിയ ബഹുരാഷ്ട്ര കമ്പനികളടക്കമുള്ള കമ്പനികളും സ്ഥാപനങ്ങളും വന്ന് ഒപ്പിട്ടത്. ഇപ്പോൾ അത് 2ലേക്ക് എത്തുകയാണ്. അത് യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ടാസ്ക് ഫോഴ്സും മറ്റും രൂപീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. കേരളം വലിയ തോതിൽ മാറുന്നു. IT രംഗം മാറുന്നു. വിദ്യാഭ്യാസ മേഖല മാറിയിരിക്കുന്നു. ആരോഗ്യരംഗം വലിയ തോതിൽ ശക്തിപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം എല്ലാവരും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യങ്ങളല്ലേ? ഉന്നത വിദ്യാഭ്യാസ രംഗമായിരുന്നു നമ്മൾ മറ്റൊന്ന് പുറകിൽ. ഇപ്പോഴോ ഉന്നത വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ 2016 ആരംഭിച്ചു. ഊന്നൽ അന്ന് പൊതുവിദ്യാഭ്യാസ രംഗത്തായിരുന്നു. 2021 തുടർച്ച വന്നപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലക്കായി വലിയ ഊന്നൽ. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കേരളത്തിൻ്റെ ഹബ്ബാക്കി മാറ്റും എന്ന നിലയാണ് എടുത്തത്. എന്തായി ഇപ്പോൾ? കേരളത്തിലെ സ്ഥാപനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമ്മുടെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊരു പട്ടിക തയ്യാറാക്കിയാൽ അതിൽ ആദ്യത്തെ 100 എവിടെയും ഉണ്ടായിരുന്നില്ല.
ഇതായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ. ഇപ്പോഴെന്താണെന്നറിയോ? യൂണിവേഴ്സിറ്റികൾ, ആ പൊതു യൂണിവേഴ്സിറ്റികൾ എടുത്താൽ ആദ്യത്തെ 1 ഡസനിൽ 3 നമ്മുടേതാണ്, കേരളത്തിൻ്റെതാണ്. ആദ്യത്തെ 12-ൽ 3, 9-ാം സ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റി, 10-ാം സ്ഥാനത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി, 11-ാം സ്ഥാനത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റി, 43-ാം സ്ഥാനത്ത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. മാറ്റമല്ലേ ഇത്? കോളേജുകൾ എടുത്താൽ രാജ്യത്തെ ആദ്യത്തെ 100 കോളേജ് 16 കേരളത്തിൽ നിന്നുള്ളത്. മാറുകയാണ്. പുതിയ കോഴ്സുകൾ വരുന്നു, പുതിയ സാഹചര്യങ്ങൾ വരുന്നു, വലിയ തോതിലുള്ള സന്നാഹങ്ങൾ ഒരുക്കുന്നു, ലൈബ്രറിയും ലാബും എല്ലാം ആധുനിക രീതിയിൽ വരുന്നു. ഇതിൻ്റെ ഫലമായി വിദേശത്തടക്കമുള്ള വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് വരുന്നു, വലിയ തോതിൽ ഇവിടത്തേക്ക് അപേക്ഷ വരുന്നു. കാലത്തിനനുസരിച്ച് നമ്മുടെ നാട് മാറുന്നു. IT മേഖല വൻകുതിപ്പിൽ, സ്റ്റാർട്ടപ്പിൻ്റെ പറുദീസയായി കേരളം മാറി. എല്ലാം മാറ്റങ്ങളുടേതായ നിലയല്ലേ? നമുക്ക് ഇനിയും മുന്നേറേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഈ തടസ്സങ്ങളുടെ ഇടക്ക് നമ്മെ ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമത്തിനിടക്കാണ് നടന്നത് എന്ന് നാം ഓർക്കണം. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം വളരെ കൂടിയിരിക്കുകയാണ്. നല്ല പുരോഗതിയാണ് ആഭ്യന്തര ഉൽപ്പാദന കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, നമ്മുടെ തനത് നികുതി വരുമാനം നല്ലതുപോലെ വർദ്ധിച്ചിരിക്കുന്നു. തനത് വരുമാനം നല്ലതുപോലെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റേതായ സാമ്പത്തിക നിലയെടുത്താൽ ഒരു സാമ്പത്തിക പ്രശ്നവും നമുക്കുണ്ടാകേണ്ടതായിട്ടില്ല. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക നിലയെ തകർക്കുന്നതിനുതകുന്ന നടപടികളുമായിട്ടാണ് മുന്നോട്ട് വരുന്നത്. അതാണ് നമുക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത്. ആ പ്രയാസത്തിനടക്കും നമുക്കിതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത് നമ്മുടെ തനത് വരുമാനം, ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിശീർഷ വരുമാനവും വലിയ തോതിൽ കുതിച്ചുയർന്നിരിക്കുന്നു. നാം ലക്ഷ്യമിടുന്നത് നവകേരളമാണ്. നവകേരളമെന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സർവതല സ്പർശിയായ വികസനം, സാമൂഹ്യനീതി അധിഷ്ഠിതമായ വികസനം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രദേശങ്ങളും വികസനത്തിൻ്റെ സ്പർശമേൽക്കണം.